أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1041 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 47 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 47 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾക്ക് അല്ലാഹു സകല വിധത്തിലുള്ള ജീവിത ഐശ്വര്യങ്ങളും ജീവിത വിഭവങ്ങളും ഒക്കെ അവർക്കും അവരുടെ പ്രപിതാക്കൾക്കൊക്കെ നൽകിയത് കാരണമായി അവർക്ക് ആയുസ് വളരെ നീണ്ടുപോകുന്നതായിട്ട്, ദീർഘമായ കാലം അവര് ആ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിതത്തിന്റെ പലവിധ ഐശ്വര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവര് കഴിഞ്ഞു വരികയായിരുന്നു. അപ്പൊ ഇതൊക്കെയും തങ്ങളുടെ നേട്ടങ്ങളാണ്, പൈതൃകമായി തങ്ങൾക്ക് കിട്ടിയതാണ്, അവരുടെ പാരമ്പര്യ സ്വത്തുക്കളാണ്. അതൊന്നും ആർക്കും തങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല, അതൊന്നും തങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ ആർക്കും കഴിയുകയില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയിലായി അവര് കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ അല്ലാഹു അവരോട് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്തടങ്ങിയ ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഇടം, അവർക്ക് സ്വാധീനവും അവർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുമൊക്കെ ഉള്ള അവരുടെ ആ ഭൂപ്രദേശം, അത് അള്ളാഹു ചുരുക്കി കൊണ്ടുവരികയാണ് അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി.
എന്നിട്ടും അവർ അതിജയിച്ചു കളയുമോ എന്നതാണ് അവരോട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അവരെ ഉണർത്താൻ വേണ്ടി ഒരു കാര്യം പറയാൻ നിർദ്ദേശിക്കുകയാണ്. ഇന്നമാ ഉന്തിറുക്കും ബിൽ വഹി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ താക്കീത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉത്ബോധനം നടത്തുന്നത് ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അത്തരം വിളികളോ ഉണർത്തലോ ഒന്നും തന്നെ ഭദ്രത സ്വന്തം ശീലമായി സ്വഭാവമായി ഏറ്റുവാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്പെടുകയില്ല. വലാ യസ്മഉ സുമ്മു ദുആ എന്നാണ് അവിടെ പറയുകയുണ്ടായത്. ഇദാമ യുൻദറൂൻ, താക്കീതുകളൊക്കെ നൽകപ്പെടുന്നുണ്ടാവും, പക്ഷെ ഈ ഭദ്രത ഒരു പ്രകൃതമായി സ്വഭാവമായി സ്വീകരിച്ച ആളുകൾ അവർക്കതൊന്നും കേൾക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള എന്തെങ്കിലും ശിക്ഷയുടെ ഒരു ലാഞ്ചനയെങ്കിലും വളരെ നേർത്ത രൂപത്തിലുള്ള ഒരു ദൈവിക നടപടിയെങ്കിലും അവർ അനുഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർ ആർത്തു കരയുന്നവരാകും. അവര് ഞങ്ങളുടെ മഹാഭാഗ്യദോഷം എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുറ്റം ഏറ്റുപറയുന്ന കുറ്റവാളികളാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന വിലപിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അവർ. ഇപ്പോ ദൈവികാനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഐശ്വര്യങ്ങളുടെ ഗുണങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതില് ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ ഞങ്ങളുടെ തന്നെ നേട്ടങ്ങളാണ്, ഞങ്ങൾ പാരമ്പര്യമായി വെച്ചു പുലർത്തി വരുന്നതും ആസ്വദിക്കുന്നതും ഒക്കെയാണ്. അതിനൊന്നും ഒരു മുടക്കമുണ്ടാക്കാൻ ആർക്കും കഴിയുകയില്ല എന്നൊക്കെ സങ്കല്പിച്ചിരുന്ന ഈ ആളുകൾ അള്ളാഹുവിന്റെ വളരെ നേർത്തതായൊരു നടപടിയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ആർത്തു കരയുന്ന ഒരവസ്ഥയാണ് സംജാതമാവുക. അതിനെയൊന്നും നേരിടാനോ ചെറുത്തു നിൽക്കാനോ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അവരുടെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇത് മാത്രമേ അവർക്ക് കഴിയുള്ളൂ. ഇക്കാര്യമാണ് അല്ലാഹു സത്യനിഷേധികളുടെ നിലപാടുകൾ അവർക്ക് എന്ത് പരിണിതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന വിധത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ ആളുകള് നേരിടാൻ പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അപ്പൊ ഇവര് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന കാര്യം അപ്പോ ആർത്തു വിളിച്ചുകൊണ്ട് തങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ബോധം ഉള്ള വിധത്തിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിന് വേണ്ടി അല്ലെങ്കിൽ അന്ത്യനാളിൽ നീതിയുടെ തുലാസിനെ നാം സ്ഥാപിക്കുന്നു. നീതി നടപ്പിലാക്കപ്പെടുന്നതിന് മാനദണ്ഡമാകുന്ന, മാനദണ്ഡം എന്ന് തന്നെ പറഞ്ഞാൽ മതി, അതാണ് മീസാൻ എന്ന് പറയുന്നത്, അളക്കാനുള്ള തൂക്കാനുള്ള ദണ്ഡം. അപ്പോ നീതി നടപ്പിലാക്കുന്നതിനുള്ള മാനദണ്ഡം നാം സ്ഥാപിക്കുന്നു. അന്ന് മവാസീനുൽ ഖിസ്താണത്. ഭൗതിക ലോകത്ത് നീതിക്ക് പല മാനദണ്ഡങ്ങളും ഉണ്ട്, നമുക്കറിയാത്. എല്ലാ ഭരണ സംവിധാനങ്ങളിലും നീതി നടപ്പിലാക്കുന്നതിന് പല അളവുകോലുകളാണ്. അളവുകോലാണ് മാനദണ്ഡം എന്നതിന് മറ്റൊരു വാക്ക്. മാനദണ്ഡം എന്ന് പറഞ്ഞ അളവുകോലാണ്. മീസാൻ എന്ന് പറയുന്നത് തൂക്കി കണക്കാക്കാനുള്ള ഒരു 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 പരിമാണ സംവിധാനമാണ്, അളന്ന് തൂക്കി കണക്കാക്കാനുള്ള സംവിധാനം. എന്നാൽ കൃത്യമായി നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള
ഒരു മാനദണ്ഡം അള്ളാഹു സ്ഥാപിക്കുകയായി അന്ത്യനാളിൽ. യൗമുൽ ഖിയാമയില്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാത്തവരായിട്ട് ഒരാളും തന്നെ ഉണ്ടാവില്ല. മനുഷ്യരുടെ സകല ചെയ്തികളെയും നിലപാടുകളെയും സ്വഭാവ പ്രകൃതത്തെയും വീക്ഷണത്തെയും അഭിപ്രായങ്ങളെയും ഒക്കെ അള്ളാഹു, അവരുടെ സകല കർമ്മങ്ങളെയും അള്ളാഹു ഈ മീസാനുൽ ഖിസ്തിലാണ് തൂക്കി കണക്കാക്കുക. ഈ മീസാനുൽ ഖിസ്ത് ഏത് വിധത്തിലാണ് പ്രവർത്തനക്ഷമമാവുക, അതിന്റെ രൂപം എങ്ങനെയാണ് അള്ളാഹു മനുഷ്യന്റെ സ്വഭാവം, പ്രകൃതം, നിലപാട്, അതുപോലെ വീക്ഷണം, കർമ്മങ്ങൾ, ഇതിനെയൊക്കെ തൂക്കി കണക്കാക്കാൻ പോകുന്നത് എന്നതൊന്നും നമുക്കറിയില്ല. അത് വളരെ മെറ്റഫോറിക്കൽ ആയിട്ട്, വളരെ ആലങ്കാരികമായ ഒരു ശൈലിയിൽ അള്ളാഹു നമ്മളോട് പറയുകയാണ്. മീസാനുൽ ഖിസ്ത് സ്ഥാപിതമാകും. അള്ളാഹു അൽ മീസാനുൽ ഖിസ്ത് സ്ഥാപിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് അത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. സ്വഭാവവും പെരുമാറ്റവും ഇതൊക്കെ തൂക്കി കണക്കാക്കൽ എങ്ങനെയാണ് എന്നതൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അതിനൊക്കെ ഒരു അളവ് നിർണയിക്കുക, തൂക്കം നിർണയിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. അതിന് അവൻ അൽ മീസാൻ അൽ ഖിസ്ത് ആ നാളിൽ സ്ഥാപിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്ക് പരിചയമുള്ള ലോകത്ത് സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ പോലും ഈ അൽ മീസാനുൽ ഖിസ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, നോക്കാൻ കഴിയുള്ളൂ. പക്ഷപാതിത്വം എന്നത് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ അവരുടെ സകല വിധത്തിലുള്ള നന്മയുടെയും വിശ്വാസത്തിന്റെയും ചൈതന്യത്തെ ചോർത്തിക്കളയുന്ന ഒരു രോഗം ആണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തിനകത്തുള്ള, ബാക്കിയുള്ളവരെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, അകത്തുള്ള സംഘടിത വിഭാഗങ്ങൾ തന്നെ നീതി നടപ്പിലാക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ അത് നമ്മളെ കൂട്ടർക്ക്, ഞമ്മന്റെ ആൾക്കാർക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നീതി എന്നൊരു തെറ്റിദ്ധാരണ കാണിക്കുന്നത് കാണാൻ കഴിയും. നീതി ഒരിക്കലും തന്നെ നമ്മളെ ആളുകൾക്കിടയിൽ മാത്രം കാണിക്കേണ്ട ഒരു സംഗതിയല്ല. അത് ഏത് അർത്ഥത്തിലാണ് ഈ നമ്മളാളുകൾ എന്ന് പറയുന്നതെങ്കിൽ പോലും, കുടുംബപരമായാലും സംഘടനാപരമായാലും അല്ലെങ്കിൽ സാമുദായിക പരമായാലും, അങ്ങനെയൊന്നുമുള്ള നമ്മുടെ ആളുകൾ എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന, അവർക്ക് ഫേവർ ചെയ്യുന്നതിന്റെ പേരല്ല നീതി എന്നത്. നീതി എല്ലാവർക്കുമായിട്ടുള്ളതാണ്. അതാണ് അള്ളാഹു മുന്നോട്ട് വെക്കുന്ന നീതി, തുല്യനീതി. അത് നമുക്ക് പലപ്പോഴും അത് കാണാൻ കഴിയും. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ എന്നാ പിന്നെ അത് നമ്മളെ കൂട്ടർക്ക് ആദ്യം അതങ്ങ് കൊടുത്ത് അവർക്കുള്ള അവകാശങ്ങൾ അങ്ങ് വകവെച്ചു കൊടുത്താൽ, എന്നിട്ട് ബാക്കിയുള്ളവരോടില്ല, തീർന്നുപോയി എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന്റെ, തഖ്വയുടെ, ഈമാന്റെ തിളക്കമറ്റു പോയ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അള്ളാഹുയുടെ സത്യനിഷേധികളുടെ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു നഫഹത്ത്, ഒരു മിന്നായം, അല്ലെങ്കിൽ ശിക്ഷയുടെ ഒരു 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 കാറ്റ്, ഒരു ചെറിയൊരു ഊതൽ തട്ടിയാൽ പോലും ആർത്തു വിളിച്ച് കരയുന്ന, എന്നിട്ട് തങ്ങള് വല്ലാത്ത അക്രമികളായി പോയി എന്ന് വിലപിച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന അത്രയും ദുർബലരാണ് മനുഷ്യർ. എന്നാൽ ആ ദൗർബല്യം അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നത് വരെ ആരും കാണിക്കാറില്ല. വലിയ അഹന്തയും പൊങ്ങച്ചവും ഒക്കെയുള്ള നിലപാടിലാണ് എല്ലാവരും ഉണ്ടാവുക. ഇതാണ് ജനങ്ങളുടെ പൊതു നിലപാട്. എന്നാൽ അള്ളാഹുവിടെ പറയുന്നത് അന്ത്യനാളിൽ നീതിയുടെ തുലാസ്
നാം സ്ഥാപിക്കുകയായി. അതില് ചെറുതും വലുതുമായ സകല സംഗതികളും കൃത്യതയോടുകൂടി മാപനം ചെയ്യപ്പെടുന്നു എന്നതാണ്, കൃത്യതയോടുകൂടി പരിമാണം ചെയ്യപ്പെടുന്നു എന്നതാണ് ആ തുലാസിന്റെ ഒരു പ്രത്യേകത. ആ തുലാസിന് യാതൊരു വിധത്തിലുള്ള പക്ഷപാതിത്വവും ഉണ്ടാവുകയില്ല. പക്ഷം ചേരുന്ന ഒരു നിലപാട് ആ തുലാസ് കാണിക്കുക. വളരെ കൃത്യതയുള്ള നീതിയുടെ തുലാസാണത്. ചില മിമ്പറുകള് നമ്മൾ നിരന്തരമായി കേൾക്കുമ്പോൾ അവിടെ സമീപകാലത്തൊന്നും തന്നെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. അത്രയും നീതിയെക്കുറിച്ച് വിസ്മൃതരായിട്ടുണ്ട് ഇസ്ലാമിക സമൂഹത്തിലെ പല സംഘടിത വിഭാഗങ്ങളും പല കൂട്ടായ്മകളും ഒക്കെ തന്നെ. നീതി എന്നത് അത് അല്ല ചെയ്യാനുള്ള ഒരു സംഗതിയാണ്, നമ്മൾ ചെയ്യേണ്ടതല്ല എന്ന ഒരു തരം ബോധത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നതെന്ന് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ നേരിട്ടുള്ള പ്രഖ്യാപനമുണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ നീതിയുടെ കാവലാളുകളാകുക, നീതി ചെയ്യുക. അത് നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും അതുപോലെ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിരന്തരം കാണാമെങ്കിലും ഇത്തരം ആയത്തുകളൊന്നും ചില മെമ്പറുകളിൽ നിന്ന് സമീപകാലത്തൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരവസ്ഥയൊക്കെ കാണും പലരുടെയും കാര്യത്തിൽ. വല ഇമ്മസത്തുഹു നഫ്ഹത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിഷേധികള് അനുഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ദൈവിക നടപടിയുടെ ഒരു സംഭവത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിനുശേഷമാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അന്ത്യനാളിലെ ദൈവിക പ്രക്രിയകള്, ദൈവിക നടപടികള് നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ മുന്നോടിയായി നാം അൽ മീസാനുൽ ഖിസ്ത് സ്ഥാപിക്കുകയായി, നീതിയുടെ തുലാസ് നാം സ്ഥാപിക്കുകയായി. എന്നിട്ടോ ഫലാത്തുലമു നഫ്സുൻ ശൈഅ, ഒരാളും ഒരു വിധത്തിലും അനീതി ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഫലാത്തുലമു നഫ്സുൻ, ഒരാളും തന്നെ ഒരതിക്രമത്തിനും ഒരനീതിക്കും ഇരയാവുകയില്ല. ശൈഅ, ഒട്ടുമേ തന്നെ ഒരു തരിമ്പ് പോലും അനീതി ഏറ്റുവാങ്ങേണ്ടി വരികയില്ല ആ നാളിൽ ഒരാളും തന്നെ. വൈൻകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അത് ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണ് എന്ന് തന്നെ കരുതിക്കോളും. എന്നാൽ പോലും കടുകുമണി എന്നത് മിസ്കാല് ദർറത്ത് എന്ന് പറയുന്നത്, മിസ്കാല് ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു തൂക്കം അല്ലെങ്കിൽ അളവ് എന്ന് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ കാലഘട്ടത്തില് മനുഷ്യന് സങ്കല്പിക്കാവുന്ന ഒരു പക്ഷെ ഏറ്റവും ചെറിയ, ഏറ്റവും തൂക്കം കുറഞ്ഞ ഒരു സംഗതി എന്നുള്ള നിലക്കായിരിക്കണം ആ പ്രയോഗം ഖുർആൻ ഉപയോഗിക്കുന്നത്. വൈൻകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഭാരക്കുറവിന്റെ ഇതിനേക്കാൾ താഴ്ന്ന ഒരുപാട് അളവുകൾ നമുക്ക് ഇന്ന് പരിചയമുണ്ട്. മനുഷ്യന്റെ സ്വാഭാവികമായ ആലോചനയിൽ വരുന്ന ഒരു ഭാരക്കുറവിന്റെ, ഏറ്റവും കുറഞ്ഞ ഭാരത്തിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. വൈൻകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു ഖർദലിന്റെ ഹബ്ബത്ത്, അതിന്റെ തൂക്കം, ഒരു കടുകുമണിയുടെ തൂക്കം, അത്ര മാത്രമേ ഉള്ളൂ വിഷയമെങ്കിൽ പോലും അക്കാര്യത്തിൽ പോലും ഒരാളും ഒരു വിധത്തിലുള്ള അനീതിയും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ആത്തൈന ബിഹ, നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ഒരു കടുകുമണിയുടെ അത്രയും ഭാരം കുറഞ്ഞതാണെങ്കിൽ പോലും ആ സംഗതി നാം നീതിയുടെ തുലാസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അനീതി വെളിപ്പെടുത്തപ്പെടുകയും നീതി സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒരാളുടെയും അവകാശം, ഒരാളുടെയും കർമ്മം, ഒരാളുടെയും സ്വഭാവവും പെരുമാറ്റങ്ങളും
ഇതിലൊക്കെ തന്നെ ഒരു കടുകുമണിയുടെ ഭാരമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് അവഗണിക്കപ്പെടുകയില്ല. പുഞ്ചിരിയിൽ ധർമ്മമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരും യാതൊരു എഫേർട്ടും ഇല്ലാതെ ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് പുഞ്ചിരി. അതിന് സദഖയുടെ കൂലിയുണ്ട്, അജ്റുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എത്ര അർത്ഥവത്താണ് എന്ന് മനസ്സിലാവുക ചില സന്ദർഭങ്ങളിൽ ഒരു പുഞ്ചിരി നമുക്ക് നൽകാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാവും ജീവിതത്തിൽ. ഒരു പുഞ്ചിരി നൽകാം എന്ന് നമുക്ക് വെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും. അയാളോടൊന്ന് പുഞ്ചിരിക്കാൻ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചാൽ പോലും പുഞ്ചിരി മുഖത്ത് വിടർന്നു വരാത്ത ഒരു അവസ്ഥയൊക്കെ നമ്മളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കനം തൂങ്ങി നിൽക്കുന്നത് കാരണമായിട്ട് പറ്റാതെ വരും. അപ്പോഴാണ് നമുക്ക് പുഞ്ചിരിയുടെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അള്ളാഹുവിടെ പറയുന്നത്, അന്ത്യനാളിൽ നീതിയുടെ തുലാസ് സ്ഥാപിതമായി കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ ഒരു വിധത്തിലുള്ള അനീതിയും അക്രമവും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ഒരാളുടെ അവകാശം അല്ലെങ്കിൽ ഒരാളുടെ കർമ്മം അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവപരമായ എന്തെങ്കിലും ഒരു കാര്യം, അതിന്റെ തൂക്കം ഒരു കടുകുമണിയുടേതാണ് എങ്കിൽ പോലും അത്തൈന ദിഹ, നാം അതിനെ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നാം അതിനെ വെളിച്ചത്തിൽ കൊണ്ടുവരും. അതിനെ അളത്തവും തൂക്കവും കണക്കാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അതിനെ റെക്കൺ ചെയ്യും. അപ്പൊ അതിനൊക്കെ മൂല്യം നിർണയിക്കപ്പെടും. അത് ഗുണമുള്ളതായാലും ദോഷമുള്ളതായാലും ഇത്രയും നിസ്സാരമായത് എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ ഈ പരിമാണ പ്രക്രിയയിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും. അതൊന്നും അവഗണിക്കപ്പെടുകയില്ല. ഒരാൾക്കും ഒരു കരിമ്പ് പോലും അനീതി ഏറ്റുവാങ്ങേണ്ടി വരില്ല. കൃത്യതയോടുകൂടി നീതിയുടെ തുലാസിൽ അള്ളാഹു അത് മൂല്യനിർണയം ചെയ്യും. വഖഫാ ബിനാ ഹാസിബീൻ, കണക്ക് പരിശോധിക്കുന്നതിനായിട്ട്, കാര്യങ്ങൾ കൃത്യതയോടുകൂടി കണക്കാക്കുന്നതിന് നാം ധാരാളം മതിയായവനാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വഖഫാ ബിനാ ഹാസിബീൻ, കണക്ക് നിർണയിക്കുക, ഒരു കാര്യത്തിനെ അസസ് ചെയ്തിട്ട് അതിന്റെ മൂല്യനിർണയം നടത്തുക. ആ ഒരു സംഗതിക്ക് നാം വേറെ ആരെയും ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. അത് നമുക്ക് തനിച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും കർമ്മങ്ങളെയും പെരുമാറ്റത്തെയും സ്വഭാവത്തെയും ഇടപാടുകളെയും സകല സംഗതികളെയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് മൂല്യം നിർണയിക്കുക എന്നത്, അതിന് വിലയിടുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ മക്കയിലെ ആ സത്യനിഷേധികളായ ആളുകൾ അവര് വഴിമുട്ടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ദൈവിക ശിക്ഷയുടെ വളരെ നേർത്ത ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ നേർത്ത വിധത്തിലുള്ള ഒരു സംഗതി അനുഭവിക്കേണ്ടി വരുമ്പോൾ അവര് സ്വയം സമ്മതിച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന, വിലപിച്ച് കരയേണ്ടി വരുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് അവിടെ അവസാനിക്കുന്നില്ല. ആ വിളിച്ചു പറയല, ഏറ്റുപറയലില് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. മറിച്ച് അന്ത്യനാളിലെ നീതി നടപ്പിലാക്കുന്ന പ്രക്രിയയിലേക്ക് വേണ്ടി, അതിനു വേണ്ടി നാം നീതിയുടെ അൽ മീസാനുൽ ഖിസ്ത് സ്ഥാപിക്കും. നീതിയുടെ തുലാസ് സ്ഥാപിതമാകും ആ ദിവസം. ഒരാളും ഒരു തരിമ്പ് പോലും അനീതി ഏറ്റുവാങ്ങേണ്ടി വരികയില്ല ആ നാളിൽ. ഏറ്റവും നിസ്സാരമായ ഒരു കടുകുമണിയുടെ ഭാരം മാത്രമുള്ള സംഗതി പോലും നാം പുറത്തു കൊണ്ടുവരും. അന്ന്
അതിനൊക്കെ മൂല്യനിർണയം ചെയ്യാൻ, അതിനൊക്കെ കണക്ക് തയ്യാറാക്കാൻ, അതിന്റെയൊക്കെ കണക്ക് പരിശോധിച്ച് വിലയിടാൻ നാം മാത്രം മതി. നാം തനിച്ച് അതിന് ധാരാളമാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. നീതിയെക്കുറിച്ചുള്ള ഈ പരാമർശം അത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ ഇതുപോലെ മറ്റൊരു ആയത്തിൽ നമുക്ക് ഇതിനേക്കാൾ വിശദാംശങ്ങൾ അടങ്ങിയ വിധത്തിൽ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ പഠിച്ച ഭാഗമാണ്. അൽ വസുനി യൗമ ഇതിനിൽ ഹഖ്, അന്ന് തൂക്കം കണക്കാക്കുന്നത് സത്യാധിഷ്ഠിതമായിട്ടാണ്. സത്യമില്ലാത്ത നീതിയല്ല, സത്യാധിഷ്ഠിതമായ വിധത്തിലാണ് അന്ന് തൂക്കം കണക്കാക്കപ്പെടുക. ഫമൻ സഖുലത്ത് മവാസീനുഹു, ആരുടെ മീസാനാണ് ഭാരമുള്ളതായിട്ട്, കർമ്മങ്ങളുടെ തട്ടാണ് ഭാരം തൂങ്ങിയതായിട്ട് കാണപ്പെടുന്നത്. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, കർമ്മങ്ങളുടെ തുലാസിന്റെ തട്ട് ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നവർ അവരാണ് വിജയികൾ. വമൻ ഖഫത്ത് മവാസീനുഹു, ആരുടെ കർമ്മങ്ങളുടെ തുലാസിന്റെ തട്ടാണ് ഭാരം കുറഞ്ഞതായിട്ടുള്ളത്. ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ കാണിച്ച ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ ഫലമായി അന്ന് അവർക്ക് അവരെ തന്നെ നഷ്ടമാവുന്ന ഒരു അനുഭവമാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. കർമ്മങ്ങളുടെ തുലാസില് ഭാരമില്ലാത്തവർ എന്നത്. അപ്പോ നീതി എന്നത് പൂർണ്ണമായി അതിന്റെ കൃത്യതയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു നാൾ കൂടിയാണ് യൗമുൽ ഖിയാമ. യൗമുൽ ഖിയാമയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിന്റെ ഒരു സുപ്രധാനമായ ലക്ഷ്യം തന്നെ നീതി സ്ഥാപിക്കുക എന്നതാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്നുണ്ടാകും. നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ഒരു വിഷയത്തില് ഒരു 100,000 നിലപാടുകളും 100,000 ന്യായീകരണങ്ങളൊക്കെ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. പക്ഷെ ഏത് വിഷയത്തിലും കൃത്യമായ നീതിയുടെ തുലാസിന്റെ ഒരു അടയാളപ്പെടുത്തല് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിവിടെ നടപ്പിലാക്കാൻ ആളുകള്, സംവിധാനങ്ങള് സന്നദ്ധരാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കുഴിച്ചു മൂടപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം. അന്ത്യനാളിൽ അത് നടപ്പിലാക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് ആ തുലാസില് അളന്ന് തിട്ടപ്പെടുത്താത്ത, തൂക്കി കണക്കാക്കപ്പെടാത്തതായ ഒരു സംഗതിയും ഉണ്ടാവുകയില്ല. വളരെ നിസാരമായ ഒരു കടുകുമണിയുടെ മാത്രം തൂക്കമുള്ള സംഗതികൾ പോലും ആ വിധത്തില് അളന്ന് തിട്ടപ്പെടുത്തുകയും തൂക്കി കണക്കാക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു നാളാണത്. ഒരാളും ഒരു വിധത്തിലുള്ള അക്രമവും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ഈ ആയത്തുകളാണ്. സൂറത്തുൽ അംബിയയിൽ ഇപ്പൊ നമ്മൾ വായിച്ച് വിശദീകരിച്ചിട്ടുള്ള ആയത്തും സൂറത്തുൽ അറാഫിലെ ഞാനിവിടെ കേൾപ്പിച്ചിട്ടുള്ള 8-9 ആയത്തുകളും, ഈ ആയത്തുകളിൽ നീതിയെക്കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യം അത് അതിന്റെ കൃത്യതയോടുകൂടി ഉൾക്കൊള്ളുന്ന സത്വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു തരിമ്പ് പോലും അനീതിയോ അക്രമമോ ചെയ്യാൻ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രേരണയും ഉണ്ടാവുകയില്ല. മറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കും അവർ. തങ്ങളുടെ പ്രവർത്തനങ്ങളും നിലപാടുകളും ഒക്കെ തന്നെ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ളുൽമ് അടങ്ങിയതായി പോകുമോ എന്ന ഒരു ജാഗ്രതയും ഭീതിയും സത്യവിശ്വാസികൾക്ക് എന്നും ഒരു കൂട്ടായിട്ട് ഉണ്ടാകും എന്നതാണ് അവരുടെ വിശ്വാസപരമായി അവരിൽ പ്രത്യക്ഷമാവുന്ന, പ്രകടമാവുന്ന ചില അടയാളങ്ങൾ. നമുക്കറിയാം, ഇത് പല മേഖലയിലും ആളുകളിൽ പ്രതിഫലിച്ച് കാണും. കച്ചവട രംഗത്തും ഇടപാടുകളുടെ രംഗത്തും ഒക്കെ ഒരല്പം നഷ്ടമുണ്ടായാൽ പോലും ഞാൻ എൻ്റെ ഇടപാടുകാരന് നഷ്ടമുണ്ടാക്കുകയില്ല എന്ന ഒരു കൃത്യവും കണിശവുമായ ഒരു നിലപാട്
സത്യവിശ്വാസത്തിൽ പ്രചോദിതരായ ആളുകളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അളത്തത്തിലും തൂക്കത്തിലും ഇടപാടുകളുടെ കാര്യത്തിലും വായ്പ വാങ്ങുമ്പോഴും വായ്പ തിരിച്ചു നൽകുമ്പോഴും ഒക്കെ ഈ സൂക്ഷ്മതയും ശ്രദ്ധയും സത്യവിശ്വാസികൾ പാലിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ജീവിതത്തിന്റെ ഒരു സ്വഭാവപരമായ ഒരു പ്രത്യേകതയായിട്ട് തന്നെ അവരോടൊപ്പം ഉണ്ടാവും. നമുക്കൊക്കെ തന്നെ നമ്മളെ ഓരോരുത്തരെയും വിലയിരുത്താൻ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് എപ്പോഴും സാധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അത്തരത്തിലുള്ള ഒരു വിചാരണയെ നമ്മളൊക്കെ നേരിടാനിരിക്കുന്നവരാണ്. അതിന്റെ മുമ്പ് ഹാസിബു ഖബ്ലാൻ തുഹാസബു എന്നാണ് ഒരു നിർദ്ദേശം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പായി നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക എന്നതാണ് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം എന്ന് കാണാൻ കഴിയും. എന്നിട്ട് തുടർന്ന് അള്ളാഹു പ്രവാചകന്മാരുടെ സംഭവങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ തുടക്ക ഭാഗം മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയതാണ്. ഈ സൂറത്തിന് അൽ അംബിയ എന്ന പേര് വരുന്നത് തന്നെ ഈ പരാമർശങ്ങൾ കാരണമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വലഖദ് ആതൈനാ മൂസ വഹാറൂന, തീർച്ചയായിട്ടും മൂസാക്കും ഹാറൂനും നാം നൽകുകയുണ്ടായി അൽ ഫുർഖാൻ, സത്യാസത്യ വിവേചകമായ മാർഗദർശനം. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവികമായ മാർഗദർശനം മൂസാക്കും ഹാറൂനും നാം നൽകുകയുണ്ടായി. വലിയാഅം വദിക്റ ലിൽ മുത്തഖീൻ, അത് ആ മാർഗദർശനം ഫുർഖാൻ എന്ന് പറയുന്ന സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ആ മാനദണ്ഡം, അത് ലിയാ ആണ്, അതുപോലെ ദിക്റുമാണ്, ഓർമ്മപ്പെടുത്തലുമാണ്. ലിയാ എന്ന് പറഞ്ഞാൽ പ്രകാശം. ജീവിതത്തിൽ ഏറ്റവും ഏറെ അവർക്ക് ആവശ്യമായ വെളിച്ചമാണ് നാം പകർന്നു കൊടുക്കുകയുണ്ടായത്. അതുപോലെ ഓർമ്മപ്പെടുത്തലുമാണ്, ഉത്ബോധനമാണ്. അള്ളാഹുവുമായുള്ള മനുഷ്യരുടെ ബന്ധത്തെയും പൂർവിക പ്രവാചകന്മാരും മുഖേന മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും ഒക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർവിക പ്രവാചകന്മാർ പഠിപ്പിച്ച ആ കാര്യത്തെ ഉണർത്തുക, ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ജീവിതത്തിൽ മനുഷ്യർ ഇരുട്ടില് വഴിയറിയാതെ തപ്പിത്തടയുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് ശരിയായ വഴി ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചമാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായിട്ടുള്ള ഫുർഖാനുമാണ്. നമുക്ക് വ്യക്തതയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. വ്യക്തതയില്ലാത്ത ചില വിഷയങ്ങൾ വരുമ്പോ ശരി ഏത് തെറ്റേത് എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉദാഹരണത്തിന് LIC എന്ന സംവിധാനം ഇല്ല, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല, അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാടുകളുടെ ഇന്നത്തെ രീതിയിലുള്ള പലതും ഇല്ല. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്നത് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഫുർഖാന്റെ അടിസ്ഥാനത്തിലാണ്. ശരി ഏത് തെറ്റേത് എന്നത് വേർതിരിച്ച് മനസ്സിലാക്കാൻ, നമുക്ക് വിലയിരുത്താൻ, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മാനദണ്ഡം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് ആ പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും 3 കാര്യങ്ങൾ നൽകപ്പെട്ടതായിട്ടാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അത് അൽ ഫുർഖാൻ, അതുപോലെ ലിയാ, ദിക്ർ. ഇത് സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം, അതിനു വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളതെങ്കിലും അത് പ്രയോജനം ചെയ്യുന്നത് തഖ്വയുള്ളവർക്ക് മാത്രമാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് ഹുദൻ ലിൽ മുത്തഖീൻ എന്നത് നമ്മൾ വായിച്ചതാണ്. അതേപോലെ ഈ ഫുർഖാനും ലിയാവും ദിക്റും ഒക്കെ തന്നെ ആർക്കാണ് പ്രയോജനം ചെയ്യുക?
ലിൽ മുത്തഖീൻ. തഖ്വയുടെ സ്വഭാവ ഗുണങ്ങൾ കൈവരിക്കാൻ സന്നദ്ധരായ ആളുകൾക്കാണത് പ്രയോജനം ചെയ്യുക. ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകൾക്കാണ് അത് പ്രയോജനം ചെയ്യുക. അപ്പോൾ തഖ്വയുടെ പ്രത്യേകതകള്, തഖ്വയുടെ ക്വാളിറ്റീസ് ആർജിക്കാൻ സന്നദ്ധരായ ആളുകൾക്ക് അത് ഒരു ദിക്റാണ്, ഒരു ലിയാ ആണ്, ഒരു ഫുർഖാനുമാണ്. ആ വിധത്തിലുള്ള മാർഗദർശനമാണ് മൂസാക്കും ഹാറൂനും നാം നൽകുകയുണ്ടായത്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവർ. ഈ മുത്തഖികൾ എന്ന് പറയുന്നവര് യഥാർത്ഥത്തില് അള്ളാഹുവിനെ കാണുമ്പോ അള്ളാഹിനെ പേടിക്കുന്നവരല്ല. അങ്ങനെയല്ല, അള്ളാഹുവിനെ കാണാത്ത അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ അവര് ഭയപ്പാടോടുകൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും ശാസനകളെയും പാലിച്ചുകൊണ്ടാണ് അവർ നിലക്കുള്ളത്. ആരെങ്കിലും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ തെരുവോരങ്ങളിലും പാതയോരങ്ങളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്യാമറകൾ ഉണ്ടല്ലോ. അപ്പൊ ക്യാമറ ഉള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ എത്തുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം മനുഷ്യരുടെ ഇടയിൽ കാണാൻ പറ്റും. ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ആ നിയമങ്ങൾ എല്ലാവരും എല്ലായിടത്തും പാലിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആളുകള് ക്യാമറ ഉള്ളിടത്ത് മാത്രം പാലിക്കുന്ന ഒരു എളുപ്പ വഴിയാണ് നോക്കുന്നത് കാണാൻ കഴിയും. അതേപോലെ അള്ളാഹു സർവസമയവും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അവനെ നമ്മൾ കാണുന്നില്ല എന്ന അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനോടുള്ള ഭയപ്പാട് നമ്മളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് ഒരു വിഷസർപ്പത്തെയോ ഒരു വന്യമൃഗത്തെയോ ഭയപ്പെടുന്ന പോലെയുള്ള ഒരു ഭയപ്പെടലല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരും ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല. അത് നമുക്ക് നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു മേലായ റബ്ബുണ്ട് എന്ന ഒരു ഭയപ്പാടുണ്ടല്ലോ, ഒരു പേടി. ആ ഒരു പേടി യഥാർത്ഥത്തിൽ നമ്മളെ സൂക്ഷ്മതയുള്ളവരാക്കുന്ന ഒരു പേടിയാണ്. അല്ലാതെ പാമ്പും വന്യമൃഗങ്ങളും ഉള്ളിടത്തുനിന്ന് നമ്മൾ ഒന്നുകിൽ അവയെ കൈകാര്യം ചെയ്യാൻ നമ്മൾ വഴി തേടും, അതല്ലെങ്കിൽ അതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ അത്തരം നമുക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന തരം ജീവികളുള്ളിടത്തുനിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടും. അതാണ് ഭയത്തിന്റെ അവിടെയുള്ള ഒരു പ്രതികരണം. എന്നാൽ അങ്ങനെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭയമല്ല അള്ളാഹുവിനോടുള്ള ഭയം. അത് അവന്റെ വിധിവിലക്കുകളെ ശ്രദ്ധാപൂർവം പാലിക്കാൻ നമ്മളിൽ ഒരു ജാഗ്രതയുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഭയപ്പാടുണ്ട്. അതാണ് ഈ ഭയം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അള്ളാഹു അദൃശ്യനാണ് എന്ന അവസ്ഥയിൽ തന്നെ അവനെ ഭയപ്പെടുന്നവർ. അതുപോലെ ആരും കാണാനില്ല എന്ന ഗൈബിന്റെ അവസ്ഥയിൽ ഉണ്ടാകുമ്പോ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ആരും നിരീക്ഷിക്കാനില്ലാത്ത സമയത്ത് പോലും ഒരു നിരീക്ഷകനുണ്ട് എന്ന ബോധത്തില് നമ്മൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, അനീതി ചെയ്യാതിരിക്കുന്ന, നന്മ ചെയ്യുന്ന, സത്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് അവർ. വഹും മിന സാഅത്തി മുശ്ഫിഖൂൻ, അവര് അന്ത്യസമയത്തിന്റെ കാര്യത്തിലും അതിന്റെ കാര്യത്തിലൊരു കഥയില്ലാത്ത അത് വരികയാണെങ്കിൽ വന്നോട്ടെ എന്നൊരു ഒന്നൊരു നിലപാടെടുക്കുന്നവരല്ല. അന്ത്യസമയം എന്നത് യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ മുത്തഖികളുടെയും നിലപാട് അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ അതായിരിക്കും. നമുക്കൊന്നും അറിയില്ല നമ്മളൊക്കെ എത്രത്തോളം സൗഭാഗ്യവാന്മാരാവാനിരിക്കുന്നവരാണ്, എന്തെല്ലാം ദൗർഭാഗ്യങ്ങൾ നമ്മളെ കാര്യത്തിലുണ്ട് എന്നതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അന്ത്യസമയത്തിന്റെ കാര്യത്തില് ഇതേ ജാഗ്രത അടങ്ങിയിട്ടുള്ള ഒരു ഭയപ്പെടൽ നമ്മളിലൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ മുത്തഖികളാവുക. അപ്പൊ അന്ത്യസമയത്തിന്റെ കാര്യത്തില് വിചാരണയുടെ നാള് ആഗതമാകുന്നതിന്റെ കാര്യത്തിൽ അതിനെക്കുറിച്ച് ഭയപ്പാടുള്ളവരാണ് അവർ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ മുത്തഖികൾ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും അവർക്ക് നൽകപ്പെട്ട ഫുർഖാനും ലിയാവും ദിക്റുമായ
സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും ഒക്കെ നേരത്തെ നൽകിയതാണ് ഈ മാർഗദർശനം. ഫുർഖാൻ നൽകി എന്ന് പറയുന്നത് ഇപ്പോ നൽകിയതല്ല. പിന്നിട്ട കാലത്ത് അവർക്ക് നാം ഫുർഖാനും ലിയാഉം ദിക്റും നൽകിയുണ്ടായി. എന്നാൽ ഇപ്പോ വഹാദ ദിക്റും മുബാറക്കുൻ അൻസൽനാഹു, ഇത് വളരെ അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാണ്. ഈ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട, ഹാറൂൻ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട മാർഗദർശനം, തൗറാത്ത്, അതുപോലെയുള്ള സംഗതികൾ, അതിനെയാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇപ്പോ ഇതാ ഇവിടെ ദിക്റും മുബാറക്കുൻ, വളരെ അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാണിത്. ഖുർആനെ കുറിച്ചാണ് പരാമർശം. അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി, നിങ്ങളുടെ പ്രയോജനത്തിനായി നാം ഇപ്പോഴിതാ ഈ അനുഗ്രഹീതമായ ദിക്റ്, അനുഗ്രഹീതമായ ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു. അഫ അൻതും ലഹു മുൻകിറൂൻ, എന്നിട്ട് നിങ്ങൾ വൈമനസ്യമുള്ളവരായി, തിരിഞ്ഞു കളയുന്നവരായി പോവുകയാണോ? അതിനെ തള്ളിക്കളയുന്ന, നിരസിക്കുന്ന, അതിനെ സ്വീകരിക്കാൻ കൂട്ടാക്കാത്തവരായിട്ട് നിങ്ങൾ മാറുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പഴയകാലത്ത് മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും നാം ഫുർഖാനും ലിയാഉം അതുപോലെ ദിക്റും നൽകുകയുണ്ടായി. ഇപ്പോഴിതാ നാം അനുഗ്രഹീതമായ ഒരു ദിക്റുൻ മുബാറക്കുൻ, അത്യുന്നതമായ അല്ലെങ്കിൽ വളരെയേറെ വിശേഷപ്പെട്ട ഉത്ബോധനം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം നാം നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു, നാം അതിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടോ നിങ്ങളുടെ നിലപാട് എന്താണ്? അഫ അൻതും ലഹു മുൻകിറൂൻ, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ കാര്യത്തില് അതിനെ നിരസിക്കുന്നവര് ആയി മാറുകയാണ്, അതിനെ ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുന്നവരായിട്ട് മാറുകയാണോ എന്നാണ്. മുൻകിറൂൻ എന്ന് പറഞ്ഞാൽ അപരിചിതത്വം നടിക്കുന്നവർ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം. അതിന്റെ ബേസിക് മീനിങ് അതാണ്. നക്കിറ, മുൻകർ, ഇങ്ങനെയൊക്കെയുള്ളത് പരസ്പര ബന്ധമുള്ള വാക്കുകളാണ്. അപ്പോ കേട്ടുകേൾവിയില്ലാത്ത, അപരിചിതത്വമുള്ള, നിങ്ങൾക്ക് അങ്ങ് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ, സ്വീകരിച്ച് ഏറ്റുവാങ്ങാനോ ഒന്നും തോന്നാത്ത ഒരു സംഗതിയായിട്ടാണോ നിങ്ങൾ അതിനെ പരിഗണിക്കുന്നത് എന്നാണ്. ഈ ദിക്റും മുബാറക്കുൻ നൽകപ്പെട്ടതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നാണ് അള്ളാഹു കൂടെ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അഭിസംബോധിത സമൂഹത്തിന് പൂർവകാല ചരിത്രഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് വന്ന പ്രവാചകന്മാരുടെ സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മക്കയിലെ ആ പ്രബോധിത സമൂഹം അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് സ്വീകരിക്കുന്ന നിലപാട് എത്രത്തോളം അപഹാസ്യമായതാണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിലെ അവസാന ഭാഗത്ത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ 40 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.